ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ നേരത്തെ എണീക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നേരത്തെ രാവിലെ ഒരു 4-5 മണിക്ക് എണീക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഇന്നലെ എന്താ അറിയില്ല, ഉറക്കം കിട്ടിയില്ല. ഞാൻ എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ച് നിൽക്കാം. ഉറക്കം കിട്ടണേ ഞാനിട്ട് നേരത്തെ കുറേ നേരം വൈകിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ ഒരു ഫോൺ കോള്. ആരോ ഫോണൊക്കെ എത്ര മണിക്കോ വിളിച്ച്, എനിക്ക് ഓർമ്മ കിട്ടില്ല. ഫോണൊക്കെ വിളിച്ച് ഫോണിൻ്റെ സൗണ്ട് എടുക്കണം. ഞാൻ നേരെ എടുത്തിട്ട് സ്വിച്ച് ഓഫ് ആക്കി. സ്വിച്ച് നെക്കിയിട്ട് ഓഫാക്കി. സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ ഉണ്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെയിൽ വരുന്നു, നല്ല വെയിൽ. ഞാൻ നട്ടുച്ച ആയതുകൊണ്ടായിട്ട് ഞാൻ സമയം നോക്കുമ്പോൾ 10 മണി. ഞാൻ നേരെ എണീറ്റ് പല്ല് വെച്ച് ഉപ്മാവ് ഉണ്ടായിരുന്നു, ഉപ്മാവ് എന്നിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി വാർപ്പ് മേലെ കയറി കുറച്ചേരം എന്നിട്ട് ആകാശം നോക്കി നിൽക്കാൻ വേണ്ടി നിന്നാ. പക്ഷെ ഫുള്ള് കാർമേഘം മൂടി കിടക്കുക ആകാശം മൊത്തം. എന്നിട്ട് കയറാൻ പറ്റിയില്ല. ഇപ്പോൾ കയറി നോക്കിയല്ലോ, ഇപ്പോൾ കയറി നോക്കാം. ഏണി വേക്കസ് തന്നെ ആരും കൊണ്ടുപോയിട്ടില്ല. അത് ഇവിടുത്തെ ഏണിയല്ല. പിന്നെ അമ്മ പറയുന്നുണ്ട് ഏണി ആരെ വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഏണി കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വാർപ്പിന് മേലെ കയറിയിട്ട് കണ്ടോ കാർമേഘം. ഇപ്പോൾ വാർപ്പിന് മേലെ കയറിയാൽ ചുറ്റിനും മരവില്ല, ഇടിവെട്ടിയ കഴിഞ്ഞു. എന്നാൽ നമുക്ക് വേഗം കയറിയിട്ട് ആകാശം നോക്കിയിട്ട് വരാം. ഇവിടുത്തെ ആകാശം കാണുകയൊക്കെ ചെയ്യും. അത് വാർപ്പ് മേലെ കയറിയിട്ട് ആകാശം നോക്കണം, അതിൻ്റെ വൈബ് വേറെ തന്നെയല്ലേ. അത് ഈ കമ്പീൻ്റെ ഇതിൽ കൂടെ കയറുമ്പോൾ എനിക്കൊരെന്താ അറിയില്ല, ഒരു പേടി. ഇനിയിപ്പോൾ നടുവുന്നത് വളയോ. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടല്ലേ, ഇവിടെ ഒരു പൈപ്പ്. ഈ പൈപ്പിൻ്റെ താങ്ങിലാണ് ഈ ഏണിക്കണ്. ഈ പൈപ്പില്ലെങ്കിൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട ഒറിഞ്ഞ് നിലത്തേക്ക് പോകും. അതായത് നമുക്ക് കണ്ടോ, അപ്പോൾ ഇങ്ങനെ സൗണ്ട് ഒക്കെ കണ്ടോ, ആടുകയാണ്. നമ്മൾ വാർപ്പിന് മേലെ കയറിയിട്ട് ഇന്നലെ ഞാൻ അന്ന് ടെൻറ്റ് അടിക്കണം പറഞ്ഞില്ലേ. ഇന്നലെ ഇവിടെ ഉണ്ടായ മരത്തിൻ്റെ ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെറുതെ എടുത്ത് വെച്ചിരിക്കണ്. ബാക്കി ഇന്നലെ അവിടെ തല വെച്ച് കിടന്നതൊക്കെ നേരെ തായ്ക്കെടുത്ത് വിറകിനെ പറഞ്ഞ് തായ്ക്കെടുത്തിട്ടിട്ട് ഈ പൈപ്പ് ഞാൻ പറഞ്ഞില്ലേ അവിടെ അവിടെ നിന്ന് നീളമല്ല അങ്ങോട്ട് വെള്ളം പോകുന്നു. അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് പൈപ്പ് പുതിയ കണക്ഷൻ കൊടുത്തിട്ട് അവിടെ നീട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം പുറത്തേക്ക് പോലെ ഇനിയിപ്പോൾ എണീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നലെ കുറച്ച് തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു ആകാശത്തിന്. ഇന്നലെ കുറച്ച് തെളിച്ചുണ്ടായിരുന്നു. ഇന്നെന്താ അറിയില്ല, ഈ ടൈമായപ്പോൾ ആകാശം മൊത്തം മൂടി. മൊത്തം നല്ല ഇതുണ്ടല്ലോ. ഞങ്ങളുടെ തൊട്ടുമുകളിൽ ഞങ്ങളെ 2 തെങ്ങുണ്ട്. ഒന്ന് ചെറിയ തെങ്ങും ഒന്ന് വലിയ തെങ്ങും. വലിയ തെങ്ങിൽ തേങ്ങ ഒന്നും ഒരു കോണല്ലാത്ത തേങ്ങ പോലെ, അതുണ്ടോ എന്തോ ഒരു ഉണങ്ങിയ കൊപ്ര പോലെ ഉണ്ട്. അതെന്താ അറിയില്ല, തെങ്ങ് ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ ഇങ്ങനെ തെങ്ങ് വൃത്തിയാക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇത് ആയി വരുന്നുണ്ട്. ഇത് പറ്റി ചെറിയ മരമാണ്. ഇത് കുറച്ച് ആയി വരുന്നുണ്ട്. ആ തെങ്ങത്തെ ഇതൊക്കെ നോക്ക്, എന്താ അറിയില്ല, ഇങ്ങനെ കൊപ്ര പോലത്തെ. അന്ന് ഞാൻ ഇടയ്ക്ക് കയറിയിരുന്നു, അതിൻ്റെ മേലെ കയറിയിട്ട് നോക്കിയപ്പോൾ ഉണ്ട് അങ്ങനത്തെ തേങ്ങ തന്നെ ഉള്ളൂ മൊത്തം. നല്ല വലിയ പണ്ടൊക്കെയാണെങ്കിൽ വലിയ തേങ്ങ ഉണ്ടാവും, നല്ല ഷേപ്പ് നല്ല സൈസായിട്ടുള്ള തേങ്ങ ഉണ്ടാവും. ഇപ്പം എന്താ പറയുക, ഫുള്ള് ചെറിയ തേങ്ങ, പൈതി ആരോ ചപ്പിയിട്ട പോലെ അങ്ങനത്തെ തേങ്ങ വീയാണെങ്കിൽ തന്നെ ഒല്ല തോട്ടിലേക്കേ പോകുള്ളൂ. തൊട്ട് താഴെ തന്നെ തോടുകയാണ്, അതുകൊണ്ട് തേങ്ങ മൊത്തം തോട്ടിലേക്ക് പോകുള്ളൂ. തേങ്ങ കിട്ടിയിട്ടും കാര്യമില്ല, അതിൽ തേങ്ങ ഉണ്ടാവില്ല, അത്ര ചെറുതാണ്. മൂത്തത് ചെറുതാണ് മൂത്തൊക്കെ. ഇത്ര മതി. വാർപ്പ് നല്ലതെന്ന് ചടക്കണ്ടേ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നിട്ട്. ഇനിയിപ്പോൾ കൂടെ നമുക്ക് പോവാം, ഏണിക്കൂടെ ഇന്നലെയൊക്കെ പോയി. സാധാരണ ഞങ്ങൾ അധികം അങ്ങോട്ട് ചാടുക ചെയ്യാം. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ചാടും, നല്ല രസമാണ്. ചാടുമ്പോൾ കുപ്പിച്ചില്ലുണ്ടെങ്കിൽ കഴിഞ്ഞ് കാലിലൊക്കെ കുത്തി കയറും. റെഡി, 1 2 3. കുപ്പിച്ചില്ലുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് കാലൊക്കെ ഒന്നിനും പറ്റില്ല. കുപ്പിച്ചില്ലില്ലെങ്കിൽ സേഫായിട്ട് നമുക്ക് നേരെ തായ്ക്കിറങ്ങാം. റെഡി, 1 2 3. ഇവിടുന്ന് തൊട്ടടുത്താണല്ലോ. അവിടെ നോക്കുമ്പോൾ എത്ര ദൂരം അറിയാം ഇവിടെ. എന്നിട്ട് ഇവിടുന്ന് തൊട്ടടുത്ത് കാണുന്നു. ഞാൻ ഏണീൻ്റെ ഇവിടെ ചവിട്ടുക, ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഏണീൻ്റെ ഇതിങ്ങനെ ചവിട്ടുക. ഞാൻ വിചാരിച്ചു അത്ര ദൂരം എത്തുമെന്നൊക്കെ വെച്ചാൽ എപ്പോഴും അങ്ങോട്ട് ചാടുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും.
ഇതെത്ര ദൂരം അവിടെ കാലം എന്തെങ്കിലുമൊക്കെ ആകുമോ? അത് ജയിച്ചിട്ട് ഞാൻ ചാടുമ്പോൾ ഒന്നാവില്ല. ചാടുമ്പോൾ ഉണ്ടാവും തൊട്ടപ്പുറത്ത് മറ്റേ വാർപ്പിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കാണുന്നത്. തൊട്ട ചാടിയ തൊടാന്നുള്ളൂ, അത്ര അടുത്ത്. ഈ കോഴിക്കാളുടെ മുറ്റത്താണല്ലോ ചോറിയിരുന്നു. ഇത്ര കാട്ടിൽ ഇവിടെ ഇവിടെയൊക്കെ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് കണ്ട സ്ഥലം. ആ കോഴീനെ കറിയൊക്കെ മിക്കവാറും ഈ കോഴീനെ കറിയൊക്കെ ഉണ്ടായി തോന്നുന്നത്. എനിക്ക് അധികം കറിയൊക്കെ ഇഷ്ടപ്പെട്ട ആ പോകുന്ന നല്ല തടിയുള്ള കോഴീനെ. ആ തടിയുള്ള കോഴീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അമ്മേൻ്റെ അടുത്ത് നിന്ന് വൈകുന്നേരം തന്നെ പറയണം കോഴീനെ കറി വെച്ചാലോ എന്ന്. നല്ല സൈസ് ഉണ്ടല്ലോ കോഴിക്ക്. നിർത്തി പൊരിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ? എന്തേലും ചെയ്യാം, വൈകുന്നേരം ആലോചിക്കട്ടെ. മുറ്റത്ത് മൊത്തം നാശമാക്കി ഇട്ടിരിക്കണമല്ലോ. ഇതിപ്പോൾ ഞാൻ അടിച്ചു തരൂല. പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ വാർപ്പ് മേലെ ഇരുന്ന് റൂമിനുള്ളിൽ തന്നെ പോയി ഇരിക്കുമ്പോൾ എനിക്കെന്താ അറിയില്ല, എന്തോ നെഗറ്റീവ് അടിക്കണം. എന്നിട്ട് ഞാൻ നേരെ വാർപ്പ് മേലെ പോയി ഒരു പായ എടുത്തിട്ട് വാർപ്പ് മേലെ പോയിട്ട് അവിടെ പായ വെച്ച് കുറച്ചൊരു ആകാശത്തേക്ക് നോക്കിയിരുന്നു. പിന്നെയും താഴേക്ക് എന്നിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വളരെ സെറ്റാണ്. അമ്മ പൊടി മൊത്തം അവിടെ തൂറിയിട്ടാണ്. അമ്മ എന്താണ് സ്കൂൾ കിട്ടാനായിട്ടോ എന്ത് പണി ചെയ്യണ്ടേ? അത് വലിയേക്ക് വിട്, ഇങ്ങോട്ട് വിട്, ഈ ഭാഗത്തേക്ക് വിട്. ഇത് കിട്ടും പോലൊക്കെ. രാവിലെ എണീറ്റ് മുറ്റത്ത് ഇറങ്ങത്തന്നെ നല്ല വ്യൂ ആട്ടോ. ഇതുണ്ടോ കുറേ ഉള്ളിപ്പൂന്ന് അങ്ങനെ എന്തെങ്കിലും പറയണേ ഇതിൻ്റെ പേര്. ഈ ക്ലിയർ പേര് അറിയില്ല അതിൻ്റെ. കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തെങ്ങ് കാണുന്നുണ്ട്. തെങ്ങ് അവിടെ പിന്നെ തോട്. ദോശ നാളെ ദോശ ഉണ്ടാക്കാം. അതുകൊണ്ട് അമ്മ കടയിൽ പോയി ഇതുകൊണ്ട് നാളെ ദോശ ഉണ്ടാക്കിയാലോ? നാരങ്ങ മേടിച്ചില്ല? നാരങ്ങ യുപ്പി മേടിക്കാൻ പറഞ്ഞേ. ഇത് ഒന്നും മേടിച്ചല്ലോ. അപ്പം എനിക്കമ്മ ഇങ്ങനെ ഇതാക്കൂല, അവളെ ഒറ്റയ്ക്ക് ഇതാക്കുന്നത്. അമ്മ എന്തിനാ വേണ്ടി മരുന്ന് എന്തൊക്കെയാ തലേ തേക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല മിന്നായിട്ട് അത് കലക്കി കുടിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉപ്പിട്ട് കലക്കാം. അപ്പോൾ ഒരു കുറച്ച് എനർജി കിട്ടുമല്ലോ. അത് കഴിച്ചിട്ട് ഉപ്പിട്ട് കലക്കും. ഇവളൊക്കെ അമ്പലത്തിൽ പോകാൻ നിൽക്കുക. അമ്പലത്തിൽ ആകുമ്പോൾ ഒരുങ്ങണമൊക്കെ എടി ആരും ഉണ്ടാവില്ല ഈ ടൈമില്. ഭജന തുടങ്ങുമ്പോൾ ആ ടൈമിലേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ഇതിന് ഞാൻ നല്ല ഒരുങ്ങി പോയിട്ടോ. അവിടെ നല്ല ഒരുങ്ങി പോയിട്ട് ആരും കാണില്ല. കുട്ടികളൊന്നും ഇല്ല അധികം. ഇടക്കട്ടാണ് ആട്ടെ. ഞാൻ എന്താ ഈ നേരെ തൊഴുതിയിട്ട് ഞാൻ നേരെ വീട്ടിൽ ഭജനിക്കുന്നില്ല. എനിക്ക് പോകണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്. പോകണമെങ്കിൽ ഭജനയ്ക്ക് ഇരിക്കേണ്ടി വരും. ഇരിക്കാതെ ഇങ്ങോട്ട് വരാൻ തോന്നൂല. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഭജനയ്ക്ക് ഇരിക്കാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നൂല. എങ്ങോട്ട് അവിടെ ലൈറ്റ് അടിച്ച് പോയിക്കൂടെ എനിക്ക്? ആ നീലട്ടോ. ഇതിൽ ചെരുപ്പ് കാണാതായ അവിടെ നടക്കും. എൻ്റെ 3ാം ക്ലാസ്സിലെ ചെരുപ്പ് വരെ ഉണ്ട്. പിന്നെ നീയല്ല നായ കൊണ്ട് വിളിച്ചോണ്ടെന്നേ. പൂച്ചോടെ എപ്പോഴും തീ ഇട്ട് കഴിഞ്ഞാൽ പൂച്ചോടെ തീയായാൻ വേണ്ടിക്കും. ഭയങ്കര പുറത്ത് ഭയങ്കര തണുപ്പയും കൊണ്ട് തീയായാൻ വേണ്ടിക്കും. ഉപ്പേരിക്ക് മത്തൻ്റെ ഉപ്പേരി. ഇപ്പോൾ ടൈം ഒരു 7-8 മണിയായി ഉണ്ടാവും. അവിടെ സീരിയൽ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ റോളില്ല. അവിടെ സീരിയൽ നടക്കണമെങ്കിൽ TV കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ 10 മണിക്ക് സീരിയലുണ്ട്, 10:30 വരെ. ഇപ്പോൾ 10:30 കഴിഞ്ഞാൽ എനിക്ക് TV തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സീരിയൽ കഴിഞ്ഞാൽ പിന്നെ സീരിയൽ, പിന്നെ 8-9 മണി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10:30 സീരിയൽ, 10 മണിക്കല്ല 10 മണിക്ക് സീരിയൽ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കും. ലൈക്ക്, സബ്സ്ക്രൈബ്, മാക്സിമം അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.